ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ മെയ് മാസം 4-ാം തീയതി എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വളരെ രസകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലെ എല്ലാ കടിഞ്ഞൂലുകളും ദൈവത്തിനുള്ളതാണ്. അങ്ങനെയാണ്, കടിഞ്ഞൂലുകൾ ദൈവത്തിനുള്ളതാണ്, മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലുകൾ. അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത്, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ദൈവം പ്രവർത്തിച്ചപ്പോൾ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ എല്ലാം സംഹരിച്ച ശേഷമാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചത്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കപ്പെട്ടതായിരിക്കുന്ന ഭവനങ്ങളിലൊന്നും സംഹാരകൻ കടന്നു ചെല്ലുവാൻ ദൈവം അനുവദിച്ചില്ല. അവർക്ക് രക്ഷയ്ക്കൊരു മാർഗം കൊടുത്തിരുന്നു. കുഞ്ഞാടിൻ്റെ വലിയൊരു രക്തം അവരുടെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടിയാൽ സംഹാരകൻ അവരെ വിട്ട് കടന്നു പോകും. അങ്ങനെ ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിൽ നിന്നും സംഹാരകൻ വിട്ടുപോയി. ഇസ്രായേലിൽ നിന്ന് ഒരു കുഞ്ഞു പോലും മരിക്കുവാനിടയായില്ല. എന്നാൽ മിസ്രൈമിലുള്ള എല്ലാ ഭവനങ്ങളിലും ആരെങ്കിലും ഒരാൾ മരിച്ചിരുന്നു. കാരണം ആരെങ്കിലും ആദ്യത്തെ സന്തതി എന്ന് പറയാൻ കടിഞ്ഞൂലായിട്ട് പിറക്കാത്ത ഉണ്ടാവില്ലല്ലോ. ഏത് കുടുംബത്തിലും മക്കൾ ജനിച്ച് ആദ്യം ജനിക്കുന്ന കടിഞ്ഞൂലാണ്. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളിൽ നിന്നും വന്നു. അതുപോലെ തന്നെ മൃഗത്തിൻ്റെയും കടിഞ്ഞൂലുകൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരു പ്രമാണം വെച്ചു. എന്താണ് പ്രമാണം വെച്ചത്? ദൈവം പറഞ്ഞു, ഞാൻ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചപ്പോൾ നിങ്ങളുടെ കടിഞ്ഞൂലുകളെ സംഹരിച്ചില്ല, നിങ്ങളെ ഞാൻ അവിടെ വന്ന് രക്ഷിച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്. മൃഗത്തിൻ്റെ ആയാലും മനുഷ്യൻ്റെ ആയാലും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ്. അപ്പോൾ എല്ലാ കടിഞ്ഞൂലുകളെയും കർത്താവിന് വേണ്ടി ഉള്ളതാണ്. എന്നാൽ അതിന് കർത്താവ് ഒരു ക്രമീകരണം ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ലേവ്യ ഗോത്രക്കാരെ ഈ കടിഞ്ഞൂലുകൾക്ക് പകരമായിട്ട് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ഇസ്രായേലിലെ 11 ഗോത്രങ്ങളിലെയും കടിഞ്ഞൂലുകളെ ആളുകളെ എണ്ണിയപ്പോൾ 271 പേരുടെ കുറവ് വന്നു. അതായത് ലേവ്യ ഗോത്രത്തിലെ ഓരോ പുരുഷനെയും ഇസ്രായേലിലെ ഓരോ കടിഞ്ഞൂലിനെയും എണ്ണിയപ്പോൾ 273 പേരെ കുറവ് വന്നു. 22,273 കടിഞ്ഞൂലുകളാണ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ലേവ്യ ഗോത്രക്കാർ 27,000 പേരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിലെ ഓരോ കടിഞ്ഞൂലിന് പകരം ഓരോ ലേവ്യക്കാരനെ എടുക്കുമ്പോൾ 273 പേർക്ക് പകരക്കാരില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, ശരി, അവരെ നമുക്ക് വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. 5 ശേക്കൽ വീതം കൊടുത്ത് അവരെ വീണ്ടെടുക്കണം. ഇന്നും അങ്ങനെ തന്നെയാണ്. കടിഞ്ഞൂലെല്ലാം ദൈവത്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ, ഇന്ന് രക്ഷിക്കപ്പെടുന്ന എല്ലാവരും കടിഞ്ഞൂലായിട്ടാണ് രക്ഷിക്കപ്പെടുന്നത്. കാരണം കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്നവരെ അവരെ ബയോളജിക്കൽ ജനനമല്ല, അങ്ങനെയല്ലല്ലോ. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പോലെ ജനിച്ചല്ലല്ലോ സഭയിലെ അംഗങ്ങളാകുന്നത്, കർത്താവിൻ്റെ മക്കളാകുന്നത്. സുവിശേഷം കേട്ട് വീണ്ടും ജനിച്ചാണ്. അപ്പോൾ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ ആളൊരു കടിഞ്ഞൂലാണ്. അയാളെ സംബന്ധിച്ചോളം അവൻ ആദ്യമായിട്ട് വീണ്ടും ജനിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ചതായിരിക്കുന്ന എല്ലാ കടിഞ്ഞൂലുകളും യഹോവയ്ക്കുള്ളതാണ്, കർത്താവിൻ്റെ സേവയ്ക്ക് വേണ്ടിയുള്ളവരാണ്. അധികം വന്നതായിരിക്കുന്ന 273 പേരെ വീണ്ടെടുത്ത് 5 ശേക്കൽ കൊടുത്താണ്. എന്നാൽ കർത്താവ് നമ്മെ വീണ്ടെടുത്തത് ശേക്കൽ കൊടുത്തല്ല, പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നൽകിയാണ്. നമ്മളെ കടിഞ്ഞൂലുകളായി ദൈവം വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തുള്ള സകല ജനങ്ങളുടെയും പകരക്കാരായിട്ടാണ് നമ്മൾ. അവരോട് സുവിശേഷം പറയുവാൻ വേണ്ടിയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം ലോകത്തോട് അറിയിക്കുവാനുള്ള ആളുകളായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് വളരെ വലിയ വിലയാണ് കർത്താവ് കൊടുത്തത്. തൻ്റെ സ്വന്തം രക്തം ഊറ്റിക്കൊടുത്താണ് കർത്താവ് നമ്മെ രക്ഷിച്ചത് എന്ന കാര്യം നാം എപ്പോഴും ഓർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും യഹോവയ്ക്കുള്ളവരാകുന്നു. അവരെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കുമായി മാറ്റി വച്ചിരിക്കുകയാണ്. അവർക്ക് പകരം എന്നൊരു ക്രമീകരണം വാസ്തവത്തിൽ ഇല്ല. കാരണം കർത്താവിൻ്റെ മഹാപൗരോഹിത്യത്തിന് കീഴിൽ പുതിയ നിയമ വിശ്വാസികൾ നിത്യപുരോഹിതന്മാരാണ്. അതുകൊണ്ട് അവർക്ക് പകരം വെക്കേണ്ട ആവശ്യമില്ല. വലിയൊരു വീണ്ടെടുപ്പ് വില നൽകിയാണ് നമ്മെ വീണ്ടെടുത്തത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവായ യേശു ക്രിസ്തു രക്തം നൽകിയാണ്. ഇക്കാരണത്താൽ നാം വളരെ വിലയുള്ളവരാണ് കർത്താവിന്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും കടപ്പെട്ടവരാണ് നാം. പഴയ നിയമത്തിലെ ലേവ്യ ഗോത്രക്കാർ ഇസ്രായേലിലെ കടിഞ്ഞൂലുകൾക്ക് പകരം ദൈവാലയത്തിൽ നിരന്തരമായ ശുശ്രൂഷ ചെയ്യുവാൻ നിയമിക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ട ആളുകളാണ്. ദൈവാലയത്തിലെ 3 തലത്തിലുള്ള ശുശ്രൂഷകളാണ് ഈ ലേവ്യക്കാർ ചെയ്യേണ്ടിയിരുന്നത്. ഒന്നാമത്, അവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. രണ്ടാമത്, അവർ ദൈവാലയത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. മൂന്നാമത്, അവർ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം.
ഈ 3 തലത്തിലെ ശുശ്രൂഷകളും അതിപ്രധാന ശുശ്രൂഷകളാണ്. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന യാഗങ്ങളുണ്ട്, ദഹനയാഗങ്ങൾ, ഭോജനയാഗങ്ങൾ മുതലായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, സ്തോത്ര ആരാധനകളുണ്ട്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് പാട്ട് പാടുക, അതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന ശുശ്രൂഷകളാണ്. എന്നാൽ ദൈവാലയത്തിന് വേണ്ടി ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകൾ, അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക, തൂക്കുക, വാരുക, പെയിൻറ്റ് ചെയ്യുക, എന്തെല്ലാം കാര്യങ്ങളാണോ അവിടെ നിന്ന് ചെയ്യാനുണ്ടായിരുന്നത് നമുക്ക് ദൈവാലയത്തിന് വേണ്ടി ചെയ്യണം. ദൈവാലയത്തിലെ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവർ വിറകെടുക്കണം, വെള്ളം കോരണം, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, മൃഗങ്ങളുടെ തോലിരിക്കണം, ഇതെല്ലാം ശുശ്രൂഷകളാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. അതും പോരാതെ പിന്നെ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ഇസ്രായേലിലെ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ യാഗം കഴിക്കാനായിട്ട് വരുമ്പോൾ യാഗമൃഗത്തെ ഇറക്കുവാനും, യാഗമൃഗത്തിൻ്റെ തോലിരിക്കാനും, അതിനെ ഖണ്ഡമാക്കുവാനും, അത് മേധസ്സെ കത്തിച്ച് കളയാനും മറ്റും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനേക കാര്യങ്ങൾ അവർ ദൈവജനത്തിന് വേണ്ടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. നാം കർത്താവിന് നേരിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. കർത്താവിനെ ആരാധിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ സഭായോഗത്തിൻ്റെ ആരാധനാ സമയമുണ്ട്, സ്തോത്ര ശുശ്രൂഷ എന്ന് പറയും. അങ്ങനെയുള്ളതായിരിക്കുന്ന സ്തോത്ര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് സഭാവിശ്വാസികളാണ്. അവരെല്ലാവരുമാണ്, അവരെല്ലാം ഒരാളല്ല. പിന്നെ അവരെല്ലാവരും പുരോഹിതന്മാരാണ്. ആ നിലയിൽ അവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരാണ്. അതുപോലെ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് വലിയൊരു ശുശ്രൂഷയാണ്. അവരെ വചനം പഠിപ്പിക്കുന്നവരുണ്ട്, ശിഷ്യപ്പെടുത്തുന്നവരുണ്ട്, അവിടെ രോഗശൈലിയിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആശുപത്രി സന്ദർശിച്ച് രോഗികളെ സന്ദർശിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാവരും മാനസിക രോഗ പ്രശ്നങ്ങളുള്ളവർക്ക്, സമ്മർദ്ദങ്ങളുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ആശ്വാസം കൊടുക്കുകയും ചെയ്യും. രോഗികളായിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ എല്ലാ തലങ്ങളിലും ദൈവത്തിൻ്റെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ദൈവമക്കൾ. നമ്മെ അതിനുവേണ്ടിയാണ് കർത്താവ് വേർതിരിച്ചിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പുതിയ നിയമകാലത്ത് നാം ജീവിക്കുന്ന ഈ കാലത്തും ഈ 3 തലത്തിലുള്ള ശുശ്രൂഷകളുമുണ്ട്. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക, ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. ഇത് 3ഉം പ്രധാനപ്പെട്ടതാണ്, ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടവയുമാണ്. എല്ലാ പുതിയ നിയമവിശ്വാസികളും പുരോഹിതന്മാരാകിയാൽ ഈ 3 തലത്തിലും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നാം കടപ്പെട്ടവരാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു. ഇസ്രായേലിലെ എല്ലാ മക്കളിൽ നിന്നും കടിഞ്ഞുമുറികളെ ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ചിരുന്നു. ആ കടിഞ്ഞുമുറികൾക്ക് പകരമായിട്ട് ലേവ്യ ഗോത്രത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ ലേവ്യ ഗോത്രക്കാരെ കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി അവരെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, അവരെ വചനം പഠിപ്പിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരാണ്. ഇന്നത്തെ വിശ്വാസികളായ നാം ഈ നശിച്ചു പോകുന്നതായ ലോകത്തിൽ ജലത്തോടെ സുവിശേഷം പറയുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. അങ്ങനെ നമ്മുടെ മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം പുരോഹിതന്മാരായി നമുക്കും വർത്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.